അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലെക്സറാണ്, അല്ലെങ്കിൽ മക്സ് എന്നും പറയും. മൾട്ടിപ്ലെക്സർ നമ്മൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും, പിന്നെ അതിന് മുന്നും പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. മൾട്ടിപ്ലെക്സർ, ഡിമൾട്ടിപ്ലെക്സറൊക്കെ നമ്മൾ പഠിച്ച കൺസെപ്റ്റുകളാണ്, എങ്കിൽ കൂടെ നമ്മൾ പറയുന്നു. ഓക്കെ, മൾട്ടിപ്ലെക്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഷെയറിങ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മൾട്ടിപ്പിൾ പെരിഫറൽ ഡിവൈസസ് ഷെയർ എ സിംഗിൾ ട്രാൻസ്മിഷൻ ലൈൻ ഓർ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ കമ്പ്യൂട്ടർ. അതായത് പ്രിൻ്റർ ആവട്ടെ, സ്കാനർ ആവട്ടെ, ഇനി സ്പീക്കർ ആവട്ടെ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് പെരിഫറൽ ഡിവൈസസുകൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസ്മിഷൻ ലൈൻ ത്രൂ ഒരു കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മൾട്ടിപ്ലെക്സറിൻ്റെ എക്സാമ്പിളായിട്ട് കാണാം. രണ്ട് ടൈപ്സ് മൾട്ടിപ്ലെക്സർ ഉണ്ട്. ഒന്ന് ടൈം മൾട്ടിപ്ലെക്സിങ് ഉണ്ട്, പിന്നെ ഫ്രീക്വൻസി മൾട്ടിപ്ലെക്സിങ് ഉണ്ട്. ടൈം മൾട്ടിപ്ലെക്സിങ് പറഞ്ഞാൽ എന്തായിരിക്കും? ടൈം ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് ഇപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താലും അറ്റ് എ ടൈമിൽ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്യുക. ഫ്രീക്വൻസി ആകുമ്പോൾ ഈ ടെലികമ്മ്യൂണിക്കേഷനിലൊക്കെ ബാൻഡ് വിഡ്ത്തിൻ്റെ ബേസിൽ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി മൾട്ടിപ്ലെക്സിങ് എന്ന് പറയാം. പിന്നെ എ മൾട്ടിപ്ലെക്സർ. A multiplexer or data selector is a logic circuit that accepts several data input and allow only one of them at a time to get through the output. അതായത് മൾട്ടിപ്ലെക്സർ എന്താ നമ്മൾ ജസ്റ്റ് പറഞ്ഞു, അതിനെ നമ്മൾ ഡാറ്റ സെലക്ടർ എന്നും പറയും. അപ്പോൾ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കുറേ ഡാറ്റ ഉണ്ടാവും, അതിനൊരു ഡാറ്റനെ സെലക്ട് ചെയ്യുന്നതാണ് മൾട്ടിപ്ലെക്സർ. ഇതൊരു ലോജിക്കൽ കോമ്പിനേഷൻ സർക്യൂട്ടാണ്. ഇത് കുറേ ഡാറ്റ അക്സെപ്റ്റ് ചെയ്യും ഇൻപുട്ടായിട്ട്, എന്നിട്ട് അതിൽ നിന്ന് ഒന്നിനെ മാത്രം അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യും, ഔട്ട്പുട്ടാക്കി കൊടുക്കും. ദ റൂട്ടിംഗ് ഓഫ് ദ റിസൈഡ് ഡാറ്റ ടു ദ ഔട്ട്പുട്ട് ഈസ് കൺട്രോൾഡ് ബൈ ദ സെലക്ട് ഇൻപുട്ട്സ്. അതായത് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ അതിനകത്ത്, അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നിട്ടുള്ളത് നമ്മൾ സെലക്ട് ഇൻപുട്ട്സ് ആണ്. സെലക്ട് ഇൻപുട്ട്സ് ഇപ്പോൾ 2n ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് n സെലക്ട് ലൈൻസ് ഉണ്ടാവും, പിന്നെ 1 ഔട്ട്പുട്ടും ഉണ്ടാവും. അതാണ് ഒരു മൾട്ടിപ്ലെക്സറിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. അതായത് 2n ഇൻപുട്ടും n സെലക്ട് ലൈൻസും പിന്നെ ഒരു ഔട്ട്പുട്ടും. ഓക്കെ, ഇപ്പോൾ ഈ സെലക്ട് ലൈൻസ് ആണ് തീരുമാനിക്കുന്നത് ആരാണ് നെക്സ്റ്റ് ഔട്ട്പുട്ടായിട്ട് പോവേണ്ടത്, പിന്നെ അടുത്ത ആൾ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുന്നവർ ആരാണ്? നമ്മളുടെ സെലക്ട് ഇൻപുട്ട്സ് ആണ്. ഇതാണ് ഒരു മൾട്ടിപ്ലെക്സറിൻ്റെ എക്സാമ്പിൾ. കണ്ടോ, ഇവിടെ ഒരുപാട് ഡാറ്റ ഇൻപുട്ടുകളുണ്ട്, പിന്നെ ഇവിടെ സെലക്ട് ലൈൻസ് ഉണ്ട്, പിന്നെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഇതൊരു n1 മൾട്ടിപ്ലെക്സറാണ്, n1 ആണ്. അപ്പോൾ അതിനകത്ത് അത്രയും ഇൻപുട്ടുകളുണ്ട്, പിന്നെ അതേപോലെ ഒരു ഔട്ട്പുട്ടുണ്ട്. മക്സ് ആക്ട് ലൈക്ക് ഡിജിറ്റലി കൺട്രോൾഡ് മൾട്ടി പൊസിഷൻ സ്വിച്ച്. ഇതിനകത്ത് നമ്മളൊരു സ്വിച്ചിങ് പോലെയാണ് ചെയ്യുന്നത്. അതായത് ഈ ടൈമിൽ ഇപ്പോൾ ഇയാളെ സ്വിച്ച് ചെയ്ത് കൊടുക്കും, നെക്സ്റ്റ് ടൈമിൽ ഇയാളെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കും, പിന്നെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓരോരുത്തരും സ്വിച്ച് ഓൺ എന്നുള്ള രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് നമ്മൾ മൾട്ടിപ്ലെക്സറിനകത്ത് ചെയ്യുന്നത്. ഡിജിറ്റൽ കോഡ് അപ്ലൈ ടു ഡാറ്റ സെലക്ട് ഇൻപുട്ട് ഡിറ്റർമൈൻസ് ഡാറ്റ ഇൻപുട്ട് വിൽ ബി സ്വിച്ച് ടു ദ ഔട്ട്പുട്ട്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ സെലക്ടർ ലൈൻസ് ഉണ്ടല്ലോ, അതിലുള്ള ഡിജിറ്റൽ കോഡാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് ഔട്ട്പുട്ടാണ് നെക്സ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യേണ്ടത്. മൾട്ടിപ്ലെക്സർ ചൂസ് 1 ഔട്ട് ഓഫ് n ഇൻപുട്ട് ഡാറ്റ സോഴ്സസ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ സെലക്ടഡ് ഡാറ്റ ഇൻ ടു സിംഗിൾ ഔട്ട്പുട്ട് ചാനൽ. അതായത് ഈ മൾട്ടിപ്ലെക്സർ ഇത്രയും നമ്പേഴ്സിന്, അതായത് n ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് 1 എടുത്തിട്ട് അത് ചൂസ് ചെയ്യും, എന്നിട്ട് ഡാറ്റനെ നമ്മൾ ഔട്ട്പുട്ട് ചാനലിലേക്ക് എന്ത് ചെയ്യും, പാസ് ചെയ്ത് കൊടുക്കും. ഇനി 4:1 മൾട്ടിപ്ലെക്സർ. 4:1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ n:1 എന്ന് പറഞ്ഞ പോലെ ഒരു ടൈപ്പ് തന്നെയാണ് 4:1. പക്ഷേ അതിൻ്റെ അങ്ങനെ 8:2 8:1 അങ്ങനെയൊക്കെ പോസിബിൾ ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് 4:1 മൾട്ടിപ്ലെക്സർ ആണ്. പല ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഒന്നേ പറയുന്നുള്ളൂ, 4:1. ഇതിനകത്ത് 4 ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും, അതേപോലെ 2 സെലക്ഷൻ ലൈൻ ഉണ്ടായിരിക്കും, അതേപോലെ ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇതാ നമ്മൾ പറഞ്ഞു 2n ഇൻപുട്ടും പിന്നെ n സെലക്ട് ലൈൻസും പിന്നെ ഒരു ഔട്ട്പുട്ടും. ബേസ്ഡ് ഓൺ ദ സെലക്ഷൻ ലൈൻ വാല്യൂസ് മക്സ് ട്രാൻസ്മിറ്റ് എനി വൺ ഓഫ് ദ 4 ഇൻപുട്ട് ടു ദ സിംഗിൾ ഔട്ട്പുട്ട് അറ്റ് എ ടൈം. നമ്മൾ പറഞ്ഞ ഈ സെലക്ഷൻ ലൈനിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മൾട്ടിപ്ലെക്സർ 4 ഇൻപുട്ട് ലൈനിൽ നിന്ന് ഒരു ലൈനിനെ മാത്രം അറ്റ് എ ടൈമിൽ ഔട്ട്പുട്ടാക്കി കൊടുക്കുള്ളൂ. അതായത് ഇവിടെ ട്രൂത്ത് ടേബിൾ ഉണ്ട്. ഇപ്പോൾ S0 S1 പറഞ്ഞിട്ടുള്ള 2 സെലക്ട് ലൈൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും 0 ആകുമ്പോൾ y I0, അതായത് ഇതാണ് I0, ഇത് I1, ഇത് I2, ഇത് I3. അങ്ങനെയാണ് ഈ ഇൻപുട്ട് ലൈൻസിൻ്റെ പേര് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും 0 ആകുന്ന ടൈമിൽ I0 സ്വിച്ച് ഓൺ ചെയ്യും, 1 0 1 ആകുന്ന സമയത്ത് I1 സ്വിച്ച് ഓൺ ചെയ്യും, 1 0 ആകുമ്പോൾ I2 സ്വിച്ച് ഓൺ ചെയ്യും, 1 1 ആകുമ്പോൾ I3 സ്വിച്ച് ഓൺ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ ഈ ഒരു മൾട്ടിപ്ലെക്സറിനകത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊരു ഫൈനൽ ഇക്വേഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതെങ്ങനെ ചെയ്യാം? S0-.S1-.I0. അതായത് ഇതും 0 ആണെങ്കിൽ I0. അതായത് ഇവിടെ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള മീനിൽ ഡോട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ S0-ഉം S1-ഉം I0യും പ്ലസ്
അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നടക്കുക S0-.S1 I1. അതായത് ഈ ഡാഷ് ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ 0 ഉള്ളതിന് പകരമൊക്കെ നമ്മൾ എന്ത് ചെയ്യും S0-S1 ഇടും. അവിടെയൊക്കെ 1 ആണെങ്കിൽ S1 S0 എന്ന് ഇടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കമ്പയർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ് S0, കാരണം അവിടെ 1 ആണ്. പിന്നെ S1 ഡാഷ് അവിടെ 0 ആണ്, I2 ആണ്. പിന്നെ S0-S1 I3 അങ്ങനെയാണ് ഇതിനകത്തുള്ള ഇക്വേഷൻ വരുന്നത്. സിമ്പിളാണ് സംഭവം. ഈ ടേബിൾ വെച്ച് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിൻ്റെ ലോജിക്കൽ സർക്യൂട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് S0 ഉണ്ട്, S1 ഉണ്ട്, പിന്നെ ഇത് S0 ഡാഷ് എന്നിട്ട് ഒരു നോട്ട് ഗേറ്റ് ഇട്ടിട്ടുണ്ട്, S1 ഡാഷ് എന്ന നോട്ട് ഗേറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ I0, I1, I2, I3 ആണ്. അതൊക്കെ പോകുന്നുണ്ട്. ഇവരൊക്കെ പോകുന്നത് ആൻഡ് ഗേറ്റിലൂടെയാണ്. ആൻഡ് ഗേറ്റിലൂടെ പോയിട്ട് പിന്നെ എല്ലാവരും എന്ത് ചെയ്യും, ഓർ ഗേറ്റിലൂടെ പോകും. അങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അത് പറയാം. ഫസ്റ്റത്തെ പറയാം S0-S1-I0. അപ്പോൾ ഇതാണ് I0. അപ്പോൾ I0 കൊണ്ട് ഇതിലേക്ക് പോയി, S0 ഇങ്ങനെ പോയി, S1 ഇങ്ങനെ പോയി, ഇങ്ങനെ ആൻഡ് വരച്ചു, കൊണ്ട് ആൻഡ് എന്ന് ഓർമ്മ. സിമ്പിളാണ്. ഇതേപോലെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരക്കാവുന്നതാണ്. ഇതാണ് മൾട്ടിപ്ലക്സറിൻ്റെ ലോജിക് ഗേറ്റ്. ഇനി ഡീമൾട്ടിപ്ലക്സർ. എന്തായിരിക്കും ഡീമൾട്ടിപ്ലക്സർ? നമുക്കറിയാം DMX എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇൻപുട്ട് ഒന്നുണ്ടാവുള്ളൂ, ഔട്ട്പുട്ട് കുറേ ഉണ്ടാവും. ഇവിടുത്തെ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ, ഇൻപുട്ട് 1 ആണ്, ഔട്ട്പുട്ട് 2n ആണ്, സെലക്ട് n ആണ്. ഈ മൾട്ടിപ്ലക്സർ ടേക്ക് സെവറൽ ഇൻപുട്ട്സ് ആൻഡ് ട്രാൻസ്മിറ്റ് വൺ ഓഫ് ദം ടു ദ ഔട്ട്പുട്ട്. മൾട്ടിപ്ലക്സറിൽ നടക്കുന്ന അങ്ങനെയാണ്, ഒരുപാട് ഇൻപുട്ട് ഒന്ന് മാത്രം ഔട്ട്പുട്ട്. DMX പെർഫോം റിവേഴ്സ് ഓപ്പറേഷൻ. ഇതിൻ്റെ റിവേഴ്സ് ആയിട്ടാണ് ഡീമൾട്ടിപ്ലക്സർ വർക്ക് ചെയ്യുക. ഈ ടേക്സ് എ സിംഗിൾ ഇൻപുട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ഓവർ സെവറൽ ഔട്ട്പുട്ട്. ഇതെടുക്കുന്നത് ഒരു സിംഗിൾ ഇൻപുട്ട് എടുക്കും, എന്നിട്ട് ഒരുപാട് ഔട്ട്പുട്ട് നിന്ന് കിട്ടും. സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ. മറ്റേ ആളായിരുന്നു, ഡാറ്റ സെലക്ടർ ആയിരുന്നു. ഇത് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഇതൊക്കെ 1 വേർഡിന് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ഇയാൾ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ എന്നും പറയും. DMX is 1-n ഡിവൈസസ്. ഇത് 1:n ആണ്. മറ്റേ എന്തായിരുന്നു, n:1 ആയിരുന്നു. ദ സെലക്ട് ലൈൻസ് ഡിറ്റർമൈൻ ദ ഔട്ട്പുട്ട് ലൈൻ ടു വിച്ച് ഇൻപുട്ട് ഡാറ്റ ഇസ് ട്രാൻസ്മിറ്റഡ്. സെലക്ട് ലൈൻസ് ആണ് തീരുമാനിക്കുന്നത് ഡിറ്റർമൈൻ ദ ഔട്ട്പുട്ട് ലൈൻ ടു വിച്ച് ദ ഇൻപുട്ട് ഡാറ്റ ഇസ് ട്രാൻസ്മിറ്റഡ്. ഇൻപുട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏത് ഇതിലേക്കാണെന്നുള്ളത് തീരുമാനിക്കുന്ന ആരാണ്, സെലക്ട് ലൈൻസ് ആണ്. ഈ ഡീകോഡർ വിത്ത് ആൻ എനാബിൾ ഇൻപുട്ട് ക്യാൻ വർക്ക് ഡീമൾട്ടിപ്ലക്സർ. ഡീകോഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീമൾട്ടിപ്ലക്സറിൻ്റെ വർക്കിംഗ് ചെയ്യാൻ കഴിയും. കാരണം ഇതിനകത്ത് ഒരു ഇൻപുട്ടേ വരുന്നുള്ളൂ, പക്ഷേ ആ ഒരു ഇൻപുട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരുപാട് ഡിവൈസസുകൾക്ക് പാസ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. ഈ ഫിഗർ വരക്കണം കേട്ടോ, എക്സാമിനൊക്കെ ചോദിച്ചാൽ. ഇനി 1:4 ഡീമൾട്ടിപ്ലക്സർ ആണ്. 1 ഇൻപുട്ട് ഈസ് ട്രാൻസ്മിറ്റഡ് ടു 1 ഓഫ് ദ 4 ഔട്ട്പുട്ട് ലൈൻസ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് സെലക്ട് ലൈൻസ്. അതായത് ഈ ഒരു ഇൻപുട്ട് ഇതിലേക്ക് വരും, പിന്നെ ഈ സെലക്ടർ ലൈൻസ് ഉണ്ടല്ലോ, S0-ഉം S1 ആണ് തീരുമാനിക്കുന്നത് ഏത് ഇതിലേക്കാണ് പോകേണ്ടത്, ഏത് ഔട്ട്പുട്ടൊക്കെ പോകേണ്ടത് തീരുമാനിക്കുന്ന ആരാണ്, നമ്മളുടെ S0-ഉം S1 ആണ്. അപ്പോൾ ഒരു പക്ഷേ Y0ക്ക് പോകാം, ഒരു Y1ക്ക് പോകാം, Y2ക്ക് പോകാം, Y3ക്കൊക്കെ പോകാം. അപ്പോൾ ഈ ടേബിൾ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. S0-ഉം S1-ഉം 0, 0, പിന്നെ 0, 1, 1, 0, 1, 1. അപ്പോൾ 0, 0 ആകുമ്പോൾ ആരാണ് ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ആവുക, Y0 ആണ്. അപ്പോൾ ഇവരൊക്കെ 0 to Y0 I ഇട്ടു. പിന്നെ നമ്മളുടെ നെക്സ്റ്റ് കേസ് വരുമ്പോൾ 0, 1 വരുമ്പോൾ ആരാണ് ആക്റ്റീവ് ആവുക, Y1 മാത്രം ആക്റ്റീവ് ആവും, ബാക്കിയുള്ളവർക്ക് 0 തന്നെ ആയിരിക്കും. 1, 0 ആകുമ്പോൾ Y2 ആക്റ്റീവ് ആവും, 1, 1 ആകുമ്പോൾ Y3 ആക്റ്റീവ് ആവും. അപ്പോൾ സംഭവം സിമ്പിളാണ്. ഓരോ ടൈമിലും ഓരോരുത്തരെ ആക്റ്റീവ് ആവുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ലോജിക്കൽ എക്സ്പ്രഷൻ വരുമ്പോൾ എങ്ങനെയാണ്, Y3 ഇവിടെ Y3 I ആവുന്നപ്പോഴാണ് S1-ഉം S0-യും 1 ആവുമ്പോഴാണ്. പിന്നെ Y2 S1-ഉം S0 ഡാഷും ഉണ്ടാകുമ്പോഴാണ് I ആവുക, അതായത് ആക്റ്റീവ് ആവുക. സോ Y2 അതിൻ്റെ ഇക്വേഷൻ വരെ എങ്ങനെയാണ്, Y2 = S1 S0 ഡാഷ് I. Y1 ആകുമ്പോഴോ S1 ഡാഷ് S0 I. Y0 ആകുമ്പോൾ S1 ഡാഷും S0 ഡാഷും I ആവും. അതായത് ഒക്കെ 0 എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതൊക്കെ ആൻഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡീമൾട്ടിപ്ലക്സറിൽ വരുന്നത് നോക്കാം. ഇവിടെ ഒരു I നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരോടും, പിന്നെ S1 S2, പിന്നെ അവരുടെ കൂടെയൊക്കെ നോട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരുടെ എടുക്കുന്നത്, ഓക്കെ Y3ൻ്റെ എടുക്കാം. Y3ൻ്റെ കേസ് വരുമ്പോൾ നോക്കാം. I കണ്ടോ, I വന്നു, പിന്നെ വന്നത് S1 വന്നു ഡയറക്റ്റായിട്ട്, S0 ഡയറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഇവർ മൂന്നരം I, S1, S2 വന്നപ്പോൾ Y3. നെക്സ്റ്റ് കേസ് വരുമ്പോൾ I, പിന്നെ ആരാണ്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ S1, പിന്നെ ഇതിലേക്ക് പിന്നെ ആരാ വരുന്നത്, ഒന്ന് S1 ഇങ്ങനെ വരുന്നുണ്ട്, പിന്നെ S0 ഡാഷാണ് കണ്ടോ. ഇതിങ്ങനെ കുറേ ലൈൻ ഉണ്ടായപ്പോൾ കൺഫ്യൂഷൻ കണ്ടോ, S0 ഡാഷിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. നോട്ടാകുമ്പോൾ ഡാഷ് ആയിരിക്കും,
അല്ലെങ്കിൽ S1 S0 എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ ഐയും വരുന്നുണ്ട്. അതാണ് Y2ൻ്റെ കേസിൽ. ഇത്രയും ഇതിൻ്റെ ലോജിക് ഗേറ്റിനെ കുറിച്ച് പറയാനുള്ളൂ. സിമ്പിളാണ്, പക്ഷേ നമ്മളിങ്ങനെ വരച്ച് നോക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ ഉള്ളതിനേക്കാൾ നിങ്ങളിങ്ങനെ വരച്ച് മനസ്സിലാക്കുമ്പോൾ ഒന്നുകൂടെ കംഫർട്ടായിരിക്കും കേട്ടോ. നമ്മൾ സിമ്പിൾ തന്നെയാണ്, അത്ര ടഫൊന്നുമില്ല. ആൻഡും നോട്ടും ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ. പിന്നെ ഇതിനകത്ത് ഓർ ഗേറ്റ് ഇല്ല, ഓരോന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കല്ലേ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓർ ഗേറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലെക്സർ എന്താ, ഡീമൾട്ടിപ്ലെക്സർ എന്താ, നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി പോവുക. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകളാണ്, എങ്കിൽ കൂടെ എക്സാമിന് ചോദിക്കുമ്പോൾ ഈ കറക്റ്റ് കൺസെപ്റ്റുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അല്ലാതെ അറിയുന്നൊരു കാര്യമാണെന്ന് കരുതിയിട്ട് കാര്യമില്ല. അതിൻ്റെ അപ്പുറം ഈ ഫിഗേഴ്സ് അറിയണം, ഈ ട്രൂത്ത് ടേബിൾ അറിയണം, ഈ ലോജിക് ഗേറ്റ് വരക്കാൻ അറിയണം, ലോജിക് സർക്യൂട്ട് വരക്കാൻ അറിയണം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ദെൻ ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയൊക്കെ ചെയ്യുക കേട്ടോ. ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. സോ ഓക്കെ, താങ്ക് യു സോ മച്ച്.